പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻറ്റഡ് ബൈ യൂസർ. ഇത്തരത്തിലുള്ള എറർ സന്ദേശം പല ടീച്ചർമാർക്കും വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിനിലൂടെ ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ FRS ചെയ്യുന്ന സമയത്തോ നമ്മളെ ഗുണഭോക്താക്കളും ഇത്തരത്തിലുള്ള ഒരു എറർ സന്ദേശം കാണുന്നുണ്ടാവും. ഇത്തരത്തിലൊരു എറർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് പോർഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനം ഭാഗികമായി നിലയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പൂർണ്ണമാവില്ല എന്നുള്ളതാണ് ഈ സന്ദേശം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ വരുന്ന റോങ് സന്ദേശം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. നമുക്കറിയാം, പോർഷൻ ട്രാക്കർ എന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറേയധികം പെർമിഷനുകൾ ആവശ്യമാണ്. അതായത് നമ്മളുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്റ്റേണൽ ആപ്പാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ആപ്ലിക്കേഷനും, അത് നമ്മളുടെ പോർഷൻ ട്രാക്കർ മാത്രമല്ല, വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, മിന്ത്ര ആയിക്കോട്ടെ, ഏതൊരു ആപ്ലിക്കേഷനും എക്സ്റ്റേണൽ ആപ്പാണ്. ഈ ആപ്പ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ കുറച്ചധികം പെർമിഷനുകൾ നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് ഇതിലെ യൂസർ എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ്. നമ്മുടെ മൊബൈലിലൂടെ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇത്തരം രീതിയിലുള്ള പെർമിഷനുകളാണ് നമ്മൾ ആദ്യമായിട്ട് അലോ ചെയ്ത് കൊടുക്കേണ്ടത്. ഏതെങ്കിലും പെർമിഷനുകൾ അലോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോർഷൻ ട്രാക്കർ ഉൾപ്പെടെയുള്ള ഒരു ആപ്പും കൃത്യമായി പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിഷയത്തിലേക്ക് കടന്നു വരാം. നമ്മളിപ്പോൾ പോർഷൻ ട്രാക്കറിനെ കുറിച്ചാണ് പറയുന്നത്. പോർഷൻ ട്രാക്കറിലെ പല പെർമിഷനുകളുണ്ട്. ഈ പെർമിഷനുകൾ കൃത്യമായി അലോ കൊടുക്കാത്തിടത്തോളം കാലം ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻറ്റഡ് ബൈ യൂസർ എന്ന് കാണുന്നത് ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൈക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം. ഒരുപാട് പെർമിഷനുകളുണ്ട്. ആ പെർമിഷനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതിന് നമ്മുടെ ഫോണിലുള്ള പോർഷൻ ട്രാക്കറിൻ്റെ ഐക്കൺ ഇത് പ്രകാരം ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അത്തരത്തിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പ് ഇൻഫോ എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജിലോട്ടാണ് നിങ്ങൾക്ക് എത്താൻ കഴിയുക. ഈ കാണുന്നതൊക്കെയാണ് പോർഷൻ ട്രാക്കറുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ട പെർമിഷനുകൾ. ഇതിൽ ആദ്യത്തെ ക്യാമറയാണ്. നമുക്കറിയാം, പോർഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ക്യാമറയുടെ ഉപയോഗം കൂടി വരുന്നുണ്ട്. ആയതുകൊണ്ട് ക്യാമറയുടെ പെർമിഷൻ അലോ എന്ന് കൊടുക്കണം. അതേപോലെ തന്നെ ഫയൽസ് ആൻഡ് മീഡിയ, നമ്മൾ ഒരുപാട് ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഫോണിലൂടെ ടച്ച് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഫയൽസ് ആൻഡ് മീഡിയ എന്ന് കാണുന്ന ഭാഗവും പെർമിഷൻ അലോ എന്ന് കൊടുക്കണം. അതേപോലെ തന്നെയാണ് ലൊക്കേഷൻ. പോർഷൻ ട്രാക്കർ എന്നൊരു ആപ്ലിക്കേഷൻ അംഗൻവാടിയെ മാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ കൃത്യമായി മാർക്ക് ചെയ്യുന്നതിന് ലൊക്കേഷൻ എന്ന് കാണുന്ന ഭാഗവും പെർമിഷൻ അലോ കൊടുക്കണം. അതേപോലെ തന്നെയാണ് മൈക്രോഫോണും. നമുക്കറിയാം, പോർഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി പ്രവർത്തിപ്പിക്കുന്നതിന് ഈ കാണുന്ന 4 കാര്യങ്ങൾക്കും പെർമിഷൻ അലോ എന്ന് കൊടുക്കണം. ഈ അലോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് അലോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി പോർഷൻ ട്രാക്കറുടെ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യാമറ. ക്യാമറ ഉറപ്പായിട്ടും അലോ എന്ന് കൊടുക്കണം. ഈ ക്യാമറ അലോ എന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പോർഷൻ ട്രാക്കറിൽ തടസ്സം വരിക എന്നുള്ളത് കൃത്യമായി അറിയുക. നമുക്കറിയാം, പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന ഉടനെ തന്നെ നമ്മൾ ഓപ്പൺ എന്ന് കൊടുത്തപ്പോൾ ലൊക്കേഷൻ അവിടെ ആവശ്യമായിട്ട് വന്നു. അതിനുശേഷം പ്രീ സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ക്യാമറ ഓൺ ആകുന്ന സമയം ലൊക്കേഷൻ ഓണാക്കിയ പോലെ ക്യാമറയുടെ പെർമിഷൻ ഓൺ ആക്കിയിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള എറർ സന്ദേശമായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ വരിക. കൃത്യമായി മനസ്സിലാക്കുക. പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻറ്റഡ് ബൈ യൂസർ എന്ന സന്ദേശം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ FRSുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് ഫേസ് റെക്കഗ്നിഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയം ഇത്തരത്തിലുള്ള എറർ സന്ദേശം വരും. അപ്പോഴും പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻറ്റഡ് ബൈ യൂസർ എന്നായിരിക്കും കാണുക. അതേപോലെ തന്നെയാണ് ഒരു തവണ FRS പൂർത്തിയാക്കിയ ഒരു ഗുണഭോക്താവിന് THR വിതരണം ചെയ്യുന്ന സമയം ഫേസ് ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാ മാസങ്ങളിലും തുടരേണ്ടതാണ്. ആ സാഹചര്യത്തിലും ഇത്തരത്തിൽ ക്യാമറയുടെ പെർമിഷൻ ഓഫ് ആണെങ്കിൽ ഈ രീതിയിൽ പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻറ്റഡ് ബൈ യൂസർ എന്ന എറർ സന്ദേശം വീണ്ടും വരും. അതേപോലെ തന്നെയാണ് ഒരുപാട് തവണ ഫോട്ടോ എടുത്ത് നോക്കിയിട്ടും റീക്യാപ്ചർ എന്ന് വരുന്ന സാഹചര്യം. വീണ്ടും പുതുതായി എടുക്കുന്ന സമയം നമ്മൾ പ്രൊഫൈലിലേക്ക് പോയി ആ ഗുണഭോക്താവിൻ്റെ റീക്യാപ്ചർ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുമ്പോഴും
പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻഡഡ് ബൈ യൂസർ എന്ന സന്ദേശമാണ് വരുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ പോർഷൻ ട്രാക്കറിന് അലോ ചെയ്ത് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അലോ കൊടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന പെർമിഷനുകളൊക്കെ കൃത്യമായി അലോ ചെയ്തിട്ട് വേണം പോർഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനം സുഗമമായി പൂർത്തിയാക്കാനും നമ്മൾക്ക് പെൻഡിംഗ് ഉള്ള എല്ലാ KYCയും FRSും കംപ്ലീറ്റ് ആക്കാനും ഇത് സഹായിക്കും. അപ്പോൾ പോർഷൻ ട്രാക്കറിലെ എല്ലാ പെർമിഷനുകളും അലോ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിനകത്ത് ഇത്തരത്തിലൊരു ഐക്കൺ കാണും, പോർഷൻ ട്രാക്കറിൻ്റെ ഐക്കൺ. അതിലൊന്ന് ലോങ് ഒന്ന് പ്രസ് ചെയ്യണം. ജസ്റ്റ് തൊടുകയല്ല, ലോങ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആപ്പ് ഇൻഫോ അല്ലെങ്കിൽ ഇൻഫോന്നോ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്നോ പറഞ്ഞ് നിങ്ങളുടെ ഫോണിൽ കാണും. ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് ആപ്പ് പെർമിഷൻസ് എന്ന് കാണാൻ സാധിക്കും. ആപ്പ് പെർമിഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ ക്യാമറ, ഫയൽ ആൻഡ് മീഡിയ, അതേപോലെ തന്നെ മൈക്ക്, ക്യാമറ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ക്യാമറയാണ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകേണ്ടത്. ആ ക്യാമറയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പെർമിഷൻസ് ഒക്കെയാണ് ചോദിക്കുക. ഇവിടെ ഡോണ്ട് അലോ എന്നുള്ള ഭാഗത്തായിരിക്കും ഈ നീല ഡോട്ട് കിടക്കുന്നുണ്ടാവുക. അതായത് ക്യാമറയുടെ പെർമിഷൻ ഓഫായത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിൽ എറർ സന്ദേശം നമുക്ക് വന്നതും ഫോട്ടോ എടുക്കാൻ പറ്റാതെ നമ്മളെ പ്രവർത്തനം പൂർത്തിയാക്കാതിരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോ എന്ന് കാണുന്ന ആദ്യത്തെ എവറി ടൈം, അലോ എവറി ടൈം എന്ന് കാണുന്ന ആദ്യത്തെ ഈ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം വീണ്ടും അടുത്തത് ഫയൽസ് ആൻഡ് മീഡിയ ഇത് പ്രകാരം ചെക്ക് ചെയ്ത് അലോ എന്ന് കൊടുക്കുക. അതിനുശേഷം മൈക്ക്, അതിനുശേഷം ലൊക്കേഷൻ, ഇതെല്ലാം അലോ അലോ എന്ന് കൊടുത്ത് ഉറപ്പാക്കുക. അതിനുശേഷം ബാക്ക് പോയി വീണ്ടും നിങ്ങളുടെ പോർഷൻ ട്രാക്കർ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു എറർ സന്ദേശം നിങ്ങൾക്ക് വരില്ല. പകരം ക്യാമറ ഓണായി വരും. നിങ്ങൾ ബാക്കി വെച്ച പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാൻ സഹായിക്കും. അപ്പോൾ ഇപ്രകാരം നിങ്ങളുടെ പോർഷൻ ട്രാക്കറിനകത്ത് എല്ലാ പെർമിഷനുകളും അലോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ഉറപ്പാക്കുക. താങ്ക്